ഇന്നത്തെ തിരുപ്പട്ട ദാന ശുശ്രൂഷയിലെ സഹകാർമ്മികനായിട്ടുള്ള നിങ്ങൾക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ പോൾ പേരാമംഗലത്തച്ച, ആർച്ച് ഡീക്കനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള റാഫേൽ താനിശ്ശേരി അച്ച, ഇവിടെ സന്നിഹിതനായിട്ടുള്ള മേരിമാത മേജർ സെമിനാർ ഡയറക്ടർ അച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട ബാബു പാണാട്ടുപറമ്പിലച്ച, നിങ്ങൾക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള നിങ്ങളുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട മനോജ് താണിക്കലച്ച, സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബന്ധുക്കളും മിത്രങ്ങളും നാട്ടുകാരുമായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, അനീഷിൻ്റെ വാത്സല്യനിധികളായിട്ടുള്ള മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, വാത്സല്യമുള്ള മകൻ ഡീക്കൻ അനീഷ്, സാധാരണ പട്ടം കൊടുക്കാൻ പോകുമ്പോൾ മനസ്സ് നിറയെ ആനന്ദവും അഭിമാനവും അനുഭവപ്പെടുക സ്വാഭാവികമാണ്. എന്നാൽ മാന്നാമംഗലം പള്ളിയിലെ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഈ തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വികാര വായ്പോട് കൂടിയിട്ടാണ് ഈ അൾത്താരയിൽ സന്നിഹിതനാകുന്നത്. ഈ പ്രദേശത്തൊരു പള്ളി ഉണ്ടാകുന്നത് ഒരു നിമിത്തമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ അനിതര സാധാരണമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു നിമിത്തം. അതുകൊണ്ട് തന്നെ ഈ നാട് എൻ്റെ ഹൃദയത്തിലെ എന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു തിരുശേഷിപ്പാണ്. നമ്മുടെ അതിരൂപതയിൽ 216 ഇടവകപ്പള്ളികളാണ് നമുക്കുള്ളത്. മാന്നാമംഗലത്ത് വർഷങ്ങൾക്ക് മുൻപ് നമുക്കൊരു ഇടവകപ്പള്ളി ഇല്ലായിരുന്നു. ഈ പ്രദേശത്ത് ഒരു പള്ളിക്ക് സാധ്യതയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് സംലപ്തമാകുന്നത് മാന്നാമംഗലത്തുള്ള ഈ സിറോ മലങ്കര പള്ളിയിലെ ഒരു സുവിശേഷ കൺവെൻഷന് ഞാൻ വന്നപ്പോഴാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ ഇടവകക്കാരാ. കൺവെൻഷൻ കഴിഞ്ഞ് അവരെൻ്റെ ചുറ്റും കൂടിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയധികം കുടുംബങ്ങളുള്ള ഈ സ്ഥലത്ത് നമുക്കൊരു പള്ളിയില്ലല്ലോ. അന്ന് അതിരൂപതയുടെ പ്രൊക്രേറ്റർ അച്ഛനായിട്ടുള്ള നിങ്ങൾക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള പോൾ പേരാമംഗലച്ചനോട് ഞാൻ പോയി പറഞ്ഞു, എന്തുകൊണ്ടാണ് മാന്നാമംഗലത്ത് നമ്മൾ പള്ളി വയ്ക്കാത്തത്? അതിൻ്റെ സാങ്കേതിക കാരണങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു, നമുക്കവിടെ ഒരു പള്ളി നല്ലതാണ്. അന്ന് ഈ പ്രദേശത്തെ ആളുകളെ ഞങ്ങൾ വിളിച്ചു കൂട്ടി. സാധാരണക്കാരും സാധുക്കളുമായിട്ടുള്ള കുടിയേറ്റ ജനതയുടെ വികാര വായ്പോടുകൂടെ അവര് ഒരു പള്ളി പണിയാൻ സന്നദ്ധമായി. ഈ പള്ളി വാങ്ങിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പണത്തിൽ ഒരു വലിയ പങ്ക് രൂപതയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് അവകാശവാദങ്ങളില്ലായിരുന്നു. സാധാരണ പള്ളി വയ്ക്കുമ്പോൾ പള്ളി ആരുടെ പേരിൽ വെക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ നാട്ടുകാർക്കുണ്ടാകും. ഇവിടുത്തെ സാധാരണക്കാരും സാധുക്കളുമായിട്ടുള്ള മനുഷ്യരെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുർബാനയ്ക്ക് പള്ളി കിട്ടിയേച്ചാൽ മതി, ആരുടെ പേരിലായാലും
ഞങ്ങൾക്ക് വിരോധമില്ല. അന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ അതിരൂപതയിലെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് ഒരു പള്ളിയില്ല. അദ്ദേഹത്തിൻ്റെ നാമത്തിലൊരു പള്ളി വയ്ക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധമില്ല, വിയാനിക്ക് പാർക്കാൻ ഒരിടം ഈ നാട്ടിൽ ഉണ്ടാകട്ടെ. അങ്ങനെയാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നത്. 1996 ഈ ഭൂമി വാങ്ങിച്ചു. 97 പണി തുടങ്ങി. ഞങ്ങൾക്ക് ഈ പള്ളിയോട് വികാരപരമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ നാമത്തിലുള്ള ഈ പള്ളി 1997 ഫെബ്രുവരി 15 കുടിയേറ്റക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മാനന്തവാടി വിട്ട് താമരശ്ശേരി വിട്ട് അബ്രഹാമിനെ പോലെ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട തൂങ്കുഴി പിതാവ് ഈ രൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ട് വന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ജൂൺ മാസം 14 അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ അതിരൂപതയ്ക്ക് സ്വന്തമായിട്ടൊരു സെമിനറി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൻ്റെ ആദ്യത്തെ കൂട്ടുവേലക്കാരായിരുന്നു ഞാനും പോളച്ചനും. ഈ മാതാമംഗലം പള്ളി വിശുദ്ധ വിയാനിക്ക് സമർപ്പിച്ചതിനെ നല്ല ഇടയന്മാരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിയാനി തൃശൂർ അതിരൂപതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമാണ് മുളയത്ത് നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മേരി മാതാ മേജർ സെമിനറി. അന്ന് തുടങ്ങി ഓഗസ്റ്റ് മാസത്തിലെ ഈ പള്ളിയിലെ തിരുനാള് അടിമ വെച്ച ദാസന്മാരെ പോലെ സെമിനറി ഏറ്റെടുത്ത് നടത്തുന്നതാണ്. നിങ്ങൾക്കറിയാം. ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. മേരി മാതാ മേജർ സെമിനറിയുടെ സന്താനങ്ങളിൽ ഒരാളായിട്ടുള്ള നിങ്ങളുടെ വികാരിയച്ഛൻ മനോജ് ഈ മണ്ണില് കർത്താവിൻ്റെ വേല തുടരുകയാണ്. ഇന്ന് വീണ്ടും വിയാനി പുണ്യാളൻ നമ്മുടെ അതിരൂപതയ്ക്ക് ഒരു പുതിയ സമ്മാനം അനീഷ് നെല്ലിക്കലിലൂടെ തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ അൾത്താരയിലെ അനീഷിനെ കൈവെപ്പിന്റെ ശുശ്രൂഷ നൽകാൻ ഞാനിവിടെ സന്നിഹിതനാകുന്നത് വികാരങ്ങളുടെ വലിയ വേലിയേറ്റമായിട്ടാണ്. നമ്മുടെ അതിരൂപത വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, നമ്മുടെ അതിരൂപതയിലെ വിയാനിയെ പോലെ വിശുദ്ധരായ വൈദികരുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിയാനിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഞാൻ ഈ പള്ളിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരൂപതയിലെ മറ്റേതു പള്ളികളെക്കാൾ വികാരവായ്പോടുകൂടെയാണ് ഞാൻ മാനാമംഗലത്തെ കാണുന്നത്. ഇവിടുത്തെ പ്രൗഢിയും പത്രാസും കണ്ടിട്ടല്ല, ഇവിടെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇടവക വൈദികരുടെ കാവലാളായിട്ടുള്ള വിശുദ്ധ വിയാനിയുടെ ഓർമ്മയ്ക്ക് മുൻപിലെ അനീഷ് ഇന്ന് വൈദികനാകുമ്പോൾ അനീഷിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അനീഷിന്റെ മുൻപിലുള്ള ഏക മാതൃക ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനി ആയിരിക്കട്ടെ. ആ ചിത്രത്തിൽ നിന്ന് നോക്കി നിന്റെ ജീവിതത്തിന്റെ ചിത്രം വരയ്ക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ അനീഷിനോട് ചോദിച്ചു, ഇന്ന് രാവിലെ തുടങ്ങി ഞങ്ങൾ കുറേയേറെ നേരം പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ അൾത്താരയ്ക്ക് താഴെ ഒന്നിച്ചിരുന്ന് ഞാൻ അനീഷിനോട് ചോദിച്ചു, കുഞ്ഞുമോനെ എന്നടാ നിന്റെ ദൈവവിളി ആരംഭിക്കുന്നേ? അവൻ എന്നോട് പറഞ്ഞു, ചമ്മാച്ചന്മാർ ഈ പള്ളിയിൽ വരികയും ഈ പള്ളിയിൽ വിയാനി പുണ്യാളുടെ പെരുന്നാൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, എനിക്കും
ഒരച്ഛനാകണം. ആ ആഗ്രഹം പിന്നീട് രാജു കൊക്കനച്ഛൻ കരം പിടിച്ചെന്നെ മൈനർ സെമിനാരിയിൽ കൊണ്ടുചെന്നപ്പോ അതിന് തുടക്കമായി. ഇന്ന് കർത്താവ് കൈവെപ്പിലൂടെ അത് പൂർത്തിയാക്കുന്നു. ഒരു കുഗ്രാമത്തിൽ ആരും വേണ്ടാത്തൊരു സ്ഥലത്ത് ജീവിതം മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള സാധുക്കൾക്ക് വേണ്ടി മുറിച്ചു പങ്കിട്ട ഒരു മനോഹര ജീവിതത്തിന്റെ വൈദിക ശുശ്രൂഷയുടെ പാരമ്പര്യത്തിലാണ് നീ ഇന്ന് വൈദിക ശുശ്രൂഷയുടെ കൈവെപ്പും ദാനങ്ങളും ഏറ്റുവാങ്ങുന്നത്. ആ ശുശ്രൂഷയുടെ പാരമ്പര്യത്തിന്റെ തനിമ കാത്തു സൂക്ഷിക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. ഞാൻ അനീഷിന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. സാധാരണ പുരുഷന്മാരാണ് കുടികയറ്റത്തിന് കൊടി പിടിച്ചിട്ടുള്ളത്. അനീഷിന്റെ കുടുംബത്തിലെ വല്യചാച്ചൻ നേരത്തെ മരിച്ചതുകൊണ്ട് തൃക്കൊടിത്താനത്ത് നിന്ന് ഈ കുടുംബത്തെ കുടിയേറ്റത്തിന്റെ കൊടി പിടിച്ച് നടത്തിയത് വല്യമ്മച്ചി പ്രിയങ്കരിയായിട്ടുള്ള ഏലിക്കുട്ടി അമ്മാമ്മയാണ്. അമ്മമ്മ ആദ്യം കുടിയേറിയത് മഞ്ചേരി ചെന്നപ്പോൾ മനസ്സിലായി മണ്ടത്തരമാണെന്ന്. അവിടെ ചെന്നിട്ടാ മനസ്സിലായി ഇത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം മാന്നാമംഗലത്താന്ന്. അങ്ങനെയാണ് വല്യമ്മച്ചി തൻ്റെ കുടുംബ ബന്ധുക്കളുടെ സഹകരണവും സഹായവും കിട്ടുക എന്നുള്ള ആഗ്രഹവുമായിട്ട് 6 മക്കളുമായിട്ട് മാന്നാമംഗലത്തേക്ക് വരുന്നത്. 5 പേര് ആമ്പിള്ളരും ഒരു പെങ്കൊച്ചും. 5 പേരും മാന്നാമംഗലം ഇടവകക്കാരാണിന്ന്. അതിലെ തോമസേട്ടൻ്റെയും എൽസിയുടെയും 2 മക്കളിലെ ഒരാളാണ് അനീഷ്. നിഷ കല്യാണം കഴിഞ്ഞ് ബെന്നിയും 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പള്ളിക്കുന്നത്ത് താമസിക്കുന്നു. അനീഷ് ഇന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിലെ കർത്താവിൻ്റെ സ്വന്തമാകുന്നു. ഒരുപക്ഷെ തോമസും എൽസിയും അബ്രഹാമും സാറായും ഇസഹാക്കിനെ ബലിപീഠത്തിൽ അർപ്പിച്ച ഹൃദയത്തിന്റെ നൈർമല്യത്തോടു കൂടിയിട്ടാണ് അനീഷിനെ ഈ അൾത്താരയിലേക്ക് കയറ്റിവിടുന്നത്. ആ തായ് വഴിയുടെ കൂമ്പടയുകയാണ്. ആ തായ് വഴിയിൽ നിന്ന് ഇനി ജൈവശാസ്ത്രപരമായിട്ട് ഒരു തലമുറയ്ക്ക് സാധ്യതയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബലിപീഠത്തിലെ ദൈവജനത്തിന്റെ ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് അനീഷ് കർത്താവിന്റെ പൗരോഹിത്യത്തിലേക്ക് കരം പിടിച്ച് മുന്നോട്ട് വരികയാണ്. നമ്മുടെ തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. തിരുപ്പട്ടദാന ശുശ്രൂഷ ആരംഭിക്കുന്നത് നിങ്ങൾ കാനോന പ്രാർത്ഥനകളിലാണ്. ആദ്യത്തെ കാനോന പ്രാർത്ഥന എത്ര സമുന്നതം ഈ ബലിപീഠം എന്ന് പാടിയപ്പോഴ് ആർച്ച് ഡീക്കൻ താനിശ്ശേരി അച്ഛൻ അനീഷിനെ അൾത്താരയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് താഴോട്ടിറക്കി മാമോദീസ തൊട്ടിക്ക് വലം വെച്ചു. ഓരോ പുരോഹിതനും ദൈവജനത്തിന്റെ ജനനം കുറിക്കുന്ന കർത്താവിന്റെ ഗർഭപാത്രത്തിന്റെ കാവൽക്കാരനാണെന്ന് അനീഷിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വൈദികൻ ശരീരത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും ഈ മാമോദീസ തൊട്ടിയിലൂടെ സഭയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ദൈവജനത്തിന് ജന്മം നൽകുന്ന കർത്താവിന്റെ കൈകളിലെ ഉപകരണമാകുകയാണെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് തോമസിനോടും എൽസിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞിന്റെ പേരക്കുട്ടിക്ക് തോമസിന്റെയോ എൽസിയുടെയോ പേരിടാൻ കഴിയാതെ പോയി എന്നതിലല്ലേ നിങ്ങൾ ദുഃഖിക്കരുത്. പകരം നിങ്ങളെ ജന്മം കൊടുത്ത
നിങ്ങളുടെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമായിട്ടുള്ള ഈ കുഞ്ഞിലൂടെ ദൈവത്തിന്റെ ജനത്തിലെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മേലങ്കികൾ അണിഞ്ഞ, മോശയുടെ വടി പിടിച്ച, ജെറേമിയായുടെ നാവുകളോടുകൂടി സംസാരിക്കുന്ന അപ്പസ്തോലനായ പൗലോസിനെ പോലെ തീക്ഷ്ണശാലിയായ നല്ല ഇടയന്മാരുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ദൈവം ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ നിങ്ങൾക്ക് തമ്പുരാനാൽ നൽകപ്പെടുകയാണ്. ഞാൻ ഈ കുടുംബത്തെ കർത്താവിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നൽകിയ ഈ വലിയ നൈവേദ്യം ഇത് ബലിപീഠത്തിൽ സ്വീകരിക്കുമ്പോൾ അത് നൈർമല്യമുള്ളതാകാൻ, അത് കർത്താവിന്റെ സഭയിലെ ഭവനം മുഴുവൻ പരിമളം പരത്തുന്ന കർത്താവിന്റെ വിശുദ്ധ തൈലമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ അനീഷിന്റെ ശിരസിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ചപ്പോൾ ഗായക സംഘം ഇവിടെ ശ്രുതി മധുരമായിട്ട് ഇമ്പമാർന്ന ഈണം പാടിയപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തകരുന്നതും നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ അടർന്നു വീഴുന്നതും ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കരഞ്ഞ മനസ്സുകൊണ്ട് അനീഷിന്റെ ഹൃദയത്തിലെ നിങ്ങൾ ചേർത്ത് വെച്ച നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവ് കാത്തു സൂക്ഷിക്കാൻ കാരണമാകട്ടെ. ഒരു വൈദികനെ സഭയ്ക്കും കുടുംബത്തിനും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിന്റെ വിശുദ്ധ ജീവിതമാകട്ടെ എന്ന് നിന്റെ മാതാപിതാക്കൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നിന്നെക്കുറിച്ച് ഈ നാട്ടിലുള്ള ആർക്കും നിന്റെ കുടുംബത്തിനും അപമാനകരമായ വേദനാജനകമായ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഈ തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മുമ്പിൽ മുഴുവൻ കുട്ടികളെ കണ്ടപ്പോൾ പിതാവിന് വലിയ സന്തോഷമാണ്. കുട്ടികൾക്കൊക്കെ സുഖമാണോ? നല്ല ഇഷ്ടമായ നിങ്ങൾക്ക് എന്നുണ്ടാ നിങ്ങളുടെയൊക്കെ തലയിൽ പിതാവിന് കൈവച്ച് പട്ടം തരാൻ പറ്റുക? വല്ല പ്ലാനും ഉണ്ടാ? കള്ളന്മാർ കുമ്പിട്ടിരിക്കുക. പെൺകുട്ടികളെ നെറ്റൊക്കെ വെച്ചിട്ട് എത്ര ഭംഗിയായിട്ടേ ഇരിക്കുന്നേ. പൊന്നുമക്കളെ, എന്നാ നമുക്ക് ഉടുപ്പുമാറ്റൊക്കെ വേണ്ടേ? എനിക്ക് ഇവിടുത്തെ സ്വീകരണം നല്ല ഇഷ്ടമായി. അമ്മമാരുടെ കയ്യിലും പൂത്താലം ഉണ്ടായിരുന്നു, കുട്ടികളുടെ കയ്യിലും പൂത്താലം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്വീകരണത്തിന് ശ്രദ്ധിച്ചു നോക്കി. കുട്ടികളുടെ കയ്യിലെ പൂത്താലത്തിൽ ഒറ്റ ഏറുകൊണ്ട് പൂവൊക്കെ കഴിഞ്ഞു. അമ്മമാരിങ്ങനെ നുള്ളിയും പെറുക്കി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇടുകയായിരുന്നു. ഈ കുട്ടികളുടെ ഔദാര്യം കൊണ്ട് പഠിക്കണം നിങ്ങൾ. നല്ല കുട്ടികളല്ലേ? ഇങ്ങനെ മനോജച്ചൻ വളരെ കുറച്ച് വാക്കിലാ സ്വാഗതം പറഞ്ഞ്, പക്ഷെ ഒരു വാക്കിൽ ഒരുപാട് അർത്ഥമുള്ള ഒരു വാചകം പറഞ്ഞു. ഇനി 12 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് അതിൻ്റെ അർത്ഥം കുട്ടികൾക്കുള്ള വെല്ലുവിളിയാ. നിങ്ങൾ വല്ലവരും ഉണ്ടടാ? മിണ്ടണില്ല കേട്ടാ. നിങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകണം. സഭയ്ക്ക് ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ ധാരാളം ദൈവവിളികൾ ഉണ്ടാകണം. നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല വൈദികരുണ്ടാകട്ടെ. ഒരുപക്ഷെ നല്ല വൈദികരെ സഭയ്ക്ക് സമ്മാനിക്കുന്നത് നല്ല കുടുംബങ്ങളാണ്. ഈ ഇടവകയിലെ കുടുംബങ്ങൾ ധാരാളം ദൈവവിളികൾ സഭയ്ക്ക് സമ്മാനിക്കാൻ കാരണമാകട്ടെ. നമ്മുടെ പുതിയ തലമുറയും ദൈവവിളിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയിലെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് ഇവിടെ വായിച്ച 4 വായനകൾ മനോഹരമായിട്ടുള്ള 4 വായനകളാണ്. അതിൽ ആദ്യത്തെ വായന ദൈവം മോശയെ വിളിക്കുന്നതാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 1 തുടങ്ങി 10 വരെയുള്ള വചനങ്ങൾ. മോശ ദൈവത്തെ കണ്ടത് അഗ്നിയിലാണ്. ആളിക്കത്തുന്ന അഗ്നിയും എരിഞ്ഞമങ്ങാത്ത അഗ്നിയും. ഒരുപക്ഷെ നമ്മുടെ വൈദിക ജീവിതത്തോട് കർത്താവിന് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, മോശ അഗ്നി കണ്ട് കൗതുകത്തോടെ അടുത്ത് ചെന്നപ്പോ
വിളിച്ചു പറഞ്ഞു, മോശെ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നീ അടുത്ത് വരരുത്. നിന്റെ പാദുകങ്ങൾ അഴിച്ചു മാറ്റുക. നിന്റെ ദൈവമായ കർത്താവ് ഇവിടെ സാന്നിധ്യം കൊള്ളുന്നു. ഒരു വൈദികൻ ആരാണെന്ന് ഈ വായന ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വൈദികൻ ദൈവത്തിന്റെ വിശുദ്ധിയുടെ കാവലാളാണ്. വിശുദ്ധിയോടുകൂടെ വർത്തിക്കാൻ ഒരു വൈദികനെ കഴിയണം. ദൈവത്തിന്റെ വിശുദ്ധി അത് വൈദികന്റെ ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് സംലപ്തമാകണം. എന്തിനാ മോശയെ ദൈവം വിളിച്ചത്? തന്റെ വിശുദ്ധിയുടെ പ്രൗഢിക്ക് കാവൽ നിൽക്കാനല്ല മോശയെ വിളിച്ചത്. നീ എനിക്ക് വേണ്ടി എന്റെ ജനത്തിലേക്ക് പോകണം. ദൈവം വൈദികനെ വിളിക്കുന്നത് ദൈവത്തിന് കാവൽ നിൽക്കാനല്ല, ദൈവജനത്തിന് കാവൽ നിൽക്കാനാണ്. അതുകൊണ്ടാ മോശയോട് പറഞ്ഞത്, നിന്നെ ഞാൻ അയക്കുന്നു. നീ ബലഹീനനാണ്, നീ കഴിവില്ലാത്തവനാണ്, നിനക്ക് പ്രത്യേകിച്ച് ഒരു സാമർഥ്യവും ഇല്ല. പക്ഷെ നിന്നെ ഞാൻ അയക്കുന്നു എന്റെ ജനത്തിന് വേണ്ടി കാവൽ നിൽക്കാൻ. ഒരു വൈദികന്റെ ഉത്തരവാദിത്തം കർത്താവിന്റെ ജനത്തിന് കാവലാകുന്നതാണ്. ഒരു വൈദികൻ ദൈവത്തിന്റെ ജനത്തിന്റെ കാവൽക്കാരനാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായന എത്രയോ അർത്ഥവത്താണ്. എത്രയോ അർത്ഥവത്തായ ഒരു വായനയിലൂടെയാണ് കർത്താവ് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജെറേമിയായോട് പറയുന്നു, നിന്റെ നാവ് നീ എനിക്ക് കടം തരിക. നിന്റെ നാവിലെ ഞാൻ ഒളിഞ്ഞിരിക്കട്ടെ. നിന്റെ നാവിലൂടെ ഞാൻ എൻ്റെ ജനത്തോട് സംസാരിക്കട്ടെ. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ അനീഷിനോട് പറഞ്ഞു, വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, സക്രാരിയിൽ തിരുവോസ്തി സൂക്ഷിക്കുന്നത് പോലെയാണ് കർത്താവ് തിരുവചനങ്ങള് ഒരു വൈദികന്റെ അധരത്തിൽ സൂക്ഷിക്കുന്നത്. കർത്താവിന്റെ വചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ പേടകമാണ് ഒരു വൈദികന്റെ അധരങ്ങള്. ഈ തിരുപ്പട്ടദാന ശുശ്രൂഷയിന് ശേഷം അനീഷിന്റെ കൈകളിലെ വിശുദ്ധ സുവിശേഷം കർത്താവിന്റെ സഭ ഏൽപ്പിക്കുകയാണ്. തന്റെ ജനത്തിന് കർത്താവിന്റെ വാക്കുകൾ അറിയിക്കാൻ ഒരു വൈദികൻ വചനം പ്രഘോഷിക്കാനുള്ളതാണ്. ഒരു വൈദികന്റെ വാക്കുകളിലൂടെയാണ് ദൈവജനം കർത്താവിന്റെ സ്വരം കേൾക്കുന്നത്. ഇന്നത്തെ നാലാമത്തെ വായന ഇടയദൗത്യത്തിന്റെ വായനയാണ്. ഞാൻ അനീഷിനോട് ഇന്ന് പ്രഭാതത്തിൽ ചോദിച്ചു, നീ എന്തിനാ അച്ഛനാകാൻ തീരുമാനിച്ചേ? രണ്ട് കാര്യം എന്നോട് ഓർമ്മപ്പെടുത്തി. ഒന്ന്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയുടെ ജനത്തിന് വേണ്ടി മരിക്കണം. ഒരുപക്ഷെ ഒരു വൈദികന്റെ ദൗത്യം അതാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയുടെ ജനത്തിന് വേണ്ടി മരിക്കണം. ഒരു വൈദികൻ ദൈവജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പിച്ചിക്കീറുന്ന തിരുവോസ്തിയാണെന്നുള്ള ഓർമ്മ വൈദിക ജീവിതത്തിലുണ്ടാകണം. ഒരു വൈദികൻ അൾത്താരയിൽ മുറിക്കുന്ന അപ്പം ഒരു അടയാളമാണ്. സത്യത്തിലെ വൈദികൻ മുറിക്കുന്നത് വൈദികന്റെ ജീവിതമാണ്. കത്തോലിക്ക സഭയിൽ ഒരു പുതിയ വിശുദ്ധനെ സഭ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഓസ്കാർ റൊമാരോ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള എൽ സാൽവദോറിലെ സാൻ സാൽവദോർ രൂപതയുടെ മെത്രാപ്പോലിത്ത. ആ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു. അവിടുത്തെ ജമ്മിമാർക്കും അവിടുത്തെ പ്രഭുക്കൾക്കുമെതിരെ അദ്ദേഹം പറഞ്ഞു, ഇത് ജനത്തിന്റെ സ്വത്താണ്, ഇത് ദൈവത്തിന്റെ സ്വത്താണ്, ഇത് ജനത്തിന് വേണ്ടി പങ്കിടണം. അതുകൊണ്ട് തന്നെ നാട്ടുപ്രമാണികള് അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു. 1948 മാർച്ച് മാസം 25-ാം തീയതി മംഗളവാർത്ത തിരുനാളില് അദ്ദേഹം ഭദ്രാസന ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം തിരുവോസ്തി എടുത്ത് ഉയർത്തി പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. അദ്ദേഹം തിരുവോസ്തിയും തിരുക്കാസയും ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തി അൾത്താരിയിൽ സ്ഥാപിച്ചപ്പോഴാണ് വെടിയൊച്ച ആ പള്ളിയിലെ പ്രതിധ്വനിച്ചത്. അദ്ദേഹത്തിന്റെ നെഞ്ചിന് താഴെ ഉണ്ടകൾ തുളച്ചു കയറി. തൂണിന്റെ മറവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കള്
അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് താഴേക്ക് വെടിയുതിർത്തു. അദ്ദേഹം ആ അൾത്താരയിലെ കമഴ്ന്നു വീണ് കുഴഞ്ഞ് മരിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്: അപ്പവും വീഞ്ഞും അൾത്താരയിലെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാഴ്ത്തി മുറിച്ചു, നിങ്ങൾ അതുകൊണ്ട് എന്റെ ബലിയിലെ സംബന്ധിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ബലി പൂർത്തിയാക്കുന്നു. ഇന്നലെ വരെ ഞാൻ വാഴ്ത്തിയ അപ്പവും ഇന്നലെ വരെ ഞാൻ ഉയർത്തി നിങ്ങൾക്ക് നൽകിയ കാസയും എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതാ പൂർണ്ണമാക്കുന്നു. ഒരു വൈദികന്റെ ബലിയർപ്പണം, വൈദികന്റെ ജീവിതം ജനങ്ങൾക്ക് മുറിച്ച് പങ്കിടുന്നതാണ്. ഒരു വൈദികൻ സ്വന്തം ജനത്തിന് വേണ്ടി മുറിയാനുള്ളതാണ്, അത് കൊടുത്തു തീർക്കാനുള്ളതാണ്. ഇന്ന് മാനാമംഗലത്ത് വിശുദ്ധ വിയാനി പുണ്യാളന്റെ ഈ ദേവാലയത്തില് കർത്താവ് ഒരു പുതിയ ബലിപീഠം ഒരുക്കുന്നു. അനീഷ് എന്ന ബലിവസ്തു ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന്, ജനങ്ങൾക്ക് മുറിച്ച് പങ്കിടാനുള്ളതാണെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പൗരോഹിത്യത്തിൽ മരിക്കുമ്പോൾ ബാക്കി വരുന്നതൊക്കെ നഷ്ടമാണ്. എല്ലാം കൊടുത്ത് തീർത്ത് കാലിയാകുന്ന തൈലക്കുപ്പിയായിട്ട് ഒരു വൈദികൻ തീരുമ്പോഴാണ് അവന്റെ ബലി പൂർത്തിയാകുന്നത്. ഈ ഒരു ബലിപീഠത്തിലെ അങ്ങനെ ഒരു ബലിവസ്തുവാകാനായിട്ട് പൗരോഹിത്യത്തിൽ കഴിയട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് ഇടവക്കാരോടൊരു കാര്യം പറയാനുണ്ട്. ഈ ദേവാലയം വിശുദ്ധ വിയാനിയുടെ നാമത്തിൽ സ്ഥാപിതമാണ്. നമ്മുടെ അതിരൂപതയിലെ വൈദികരെ കാത്തു സൂക്ഷിക്കുന്ന കോട്ട പോലെ ഈ പള്ളി നിങ്ങൾ തീർക്കണം. ഈ പള്ളിയുടെ ദൗത്യം ഈ ഇടവകക്കാർക്ക് കുർബാന അർപ്പിക്കൽ മാത്രമാകരുത്. ഈ പള്ളിയുടെ ദൗത്യം നമ്മുടെ വൈദികരെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ ഇടവകയുടെ കാവൽ ദൂതനായിട്ടുള്ള വിശുദ്ധ വിയാനിയുടെ മുൻപിലെ നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണം. നമ്മുടെ വൈദികരുടെ നന്മ വർദ്ധിക്കാൻ, നമ്മുടെ വൈദികരുടെ വിശുദ്ധിയുടെ പരിമളം ഭവനം മുഴുവൻ നിറയാൻ നിങ്ങളുടെ പ്രാർത്ഥനകള്, നിങ്ങളുടെ നേർച്ച കാഴ്ചകള് കാരണമാകട്ടെ. ഇന്ന് നിങ്ങളുടെ ഇടവകയിൽ നിന്നൊരു പുതിയ വൈദികൻ ഉണ്ടാകുന്നു. അനീഷ് മാത്രമല്ല, എല്ലാ വൈദികരും വിശുദ്ധരായിട്ട് ജീവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ നിങ്ങൾ കാണിച്ച ആവേശം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അനീഷനോട് പറഞ്ഞു, മോട്ടോർ സൈക്കിളിന്റെ അകമ്പടിയോട് കൂട്ടാ വരണേ അതിർത്തി വരുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിൽ, ദൈവമേ, അനീഷ് വെറുതെ ആഗ്രഹിക്കുന്നു, അവിടെ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞും കാണുകയില്ല, മാനാമംഗലംകാർ റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ടാവും മിക്കവാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കൊച്ചിനെ നിരാശപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി നിങ്ങളുടെ ചെറുപ്പക്കാരെ. ആവേശത്തോടുകൂടി അനീഷിനെ വരവേറ്റു. കട്ടിങ് കഴിഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു, ഇത് എൻ്റെ തറവാട്ടുമുറ്റ. പാലം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, അനീഷിൻ്റെ മുഖത്ത് ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അമുട്ടി വിരിഞ്ഞു. അനീഷെ, ഈ സന്തോഷം അവസാനം വരെ നിലനിൽക്കാൻ കാരണമാകട്ടെ. നല്ല വൈദികനായി, ഈശോയ്ക്ക് ഇഷ്ടമുള്ള വൈദികനായി ഈ നാടിനും സഭയ്ക്കും നീ എന്നും അനുഗ്രഹമായിട്ട് തീരാൻ കാരണമാകട്ടെ. വൈദിക കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇനി വീട്ടിലെ മോന് സ്ഥലം ഉണ്ടാകില്ല. രാത്രിയാവുമ്പോൾ ചാച്ചൻ ചോദിക്കും എന്താ പരിപാടിയെന്ന്, അമ്മ ചോദിക്കും എപ്പോഴാ പോണേന്ന്, പെങ്ങള് പറയും ഇനി നീ ഇവിടെ അല്ലെന്ന്. നിന്റെ തറവാട് അൾത്താരയാണ്, നിന്റെ സഹോദരങ്ങൾ വൈദികരാണ്. ആ കുടുംബത്തിലെ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലെ ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നു. വിശുദ്ധ വിയാനി അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലുള്ള നിന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ കാരണമാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്പോൾ കാറസൂസ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവെ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം.
സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ.